ആയുർവേദത്തിൽ കേശത്തെ പറ്റി പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തെ പറ്റി പറയുന്നത് എങ്ങനെയാണ്. ആയുർവേദത്തിൽ ശരീരത്തെ പറ്റി പറയുന്നത് ദോഷധാതു മലാമൂലം ഹി ശരീരം എന്നാണ്. അതായത് ദോഷങ്ങളും ധാതുക്കളും മലങ്ങളും കൂടി ചേരുമ്പോഴാണ് ശരീരമാവുന്നത്. അതായത് ദോഷങ്ങൾ ദുഷിക്കുമ്പോഴാണ് ആയുർവേദത്തിൽ എല്ലാ രോഗവും ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. രോഗസ്തു ദോഷവൈഷമ്യം എന്ന് പറയും. അതുപോലെ തന്നെ ദോഷസാമ്യം അരോഗത, അല്ല ദോഷം സമമായിരിക്കുമ്പോൾ ആരോഗ്യവും ദോഷങ്ങൾ ദുഷിക്കുമ്പോൾ രോഗാവസ്ഥയും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ ദോഷങ്ങൾ ധാതുവിൽ കൂടി സ്ഥാനമായി ദുഷിക്കുമ്പോൾ ഈ രോഗങ്ങൾ വളരെ വലിയ രീതിയിൽ വ്യാപിക്കുകയും ചെയ്യും. ധാതുക്കൾ സപ്തധാതുക്കളാണ് പറയുന്നത്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ ആൻഡ് ശുക്രം. ഈ 7 ധാതുക്കളിൽ നിന്നും വേറൊരു ആശയം നമ്മൾ പറയുന്നത്, അതായത് ഉപധാതുക്കൾ എന്ന് പറയുന്നത്. ഈ ധാതുക്കൾ ശരിയായ രീതിയിൽ പുഷ്ടിപ്പെടുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഉപധാതുക്കൾ അവയുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട ഉപധാതുക്കളാണ് കേശം, ദന്തം, നഖം. ഈ അസ്ഥിധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് കേശം എന്ന് പറയുന്ന ഉപധാതു. കേശം എന്ന് പറയുന്നത് തലമുടിയും ശരീരത്തിലത്തെ രോമങ്ങളും. ഈ അസ്ഥിധാതു ആണെങ്കിൽ വാതദോഷത്തിൻ്റെ സ്ഥാനമാണ്. വാതദോഷം ദുഷിക്കുമ്പോൾ അത് അസ്ഥിധാതുവിനെ ദുഷിക്കുകയും അതുപോലെ തന്നെ കേശത്തിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന തലമുടി പൊട്ടൽ, മുടി കൊഴിച്ചൽ, താരൻ, ഈ നര, അകാല നര എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെല്ലാം വാതദോഷത്തിനെ തന്നെ ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ ആചാര്യന്മാരും എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് വാതം ദുഷിച്ചിരിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല അഗ്രി ഔഷധം തൈലപ്രയോഗങ്ങളാണെന്നാണ്. ഈ ജരാനരകൾ വരാതിരിക്കാൻ ആയുർവേദത്തിൽ ആചാര്യന്മാർ രസായന വാചീകരണ അധ്യായത്തിൽ പറയുന്ന ഒരുപാട് യോഗങ്ങളുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം, ചവനപ്രാശത്തെ പറ്റി. അതുപോലെ തന്നെ നരസിംഹ യോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതായത് ഈ രസായനം അകത്ത് സേവിച്ചാൽ എല്ലാ ധാതുക്കൾക്കും പുഷ്ടിപ്പെടുകയും നല്ല ബലവും നല്ല ഓജസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതേ യോഗം തൈലത്തിൽ കാച്ചി തലയിൽ പുരട്ടുകയാണെങ്കിൽ കരിവണ്ടിൻ്റെ നിറമുള്ള കറുത്ത മുടി സമൃദ്ധമായി വളരുമെന്നാണ് പറയുന്നത്. ശരീരപരിണാമോത്ഥമായ ഖലതിക്കും ഫലതിക്കും മറ്റ് വയസ്സാകും തോറും ഉണ്ടാകുന്ന നരയ്ക്കും രസായനത്തെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രമുഖമായ രസായനം നാരസിംഹ രസായനമാണ്. ഇത് നരസിംഹ രസായനത്തിൻ്റെ പ്രിപ്പറേഷനാണ്. ഇതിൽ 8 കൂട്ടം ഔഷധങ്ങളും ത്രിഫലയും അടങ്ങിയിട്ടുള്ളതാണ് ഈ കഷായം ഔഷധങ്ങൾ. ഇത് 16 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് 4-1 അരിച്ചെടുക്കും. ഈ കഷായം പാനിലേക്കാക്കും. അതിൽ വെളിച്ചെണ്ണയും പാലും കഞ്ഞുണ്ണിനീരും ചേർത്ത് മണൽ പാകത്തിൽ കാച്ചി അരിച്ചെടുക്കുന്നതാണ് നാരസിംഹം ഓയിൽ. നാരസിംഹ രസായനത്തിൻ്റെ എല്ലാ ഔഷധങ്ങളും, അതിലെ പ്രധാനപ്പെട്ട എല്ലാ ഔഷധങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രസായന ഗുണങ്ങളുള്ളവയാണ്. ഇതിൽ നാരസിംഹ രസായനമാണെങ്കിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും കാച്ചിയെടുത്തതിന് ശേഷം 4 ഇരട്ടി പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചതോ ചേർത്ത് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതിൽ കൽക്കണ്ടവും നെയ്യും ഒഴിവാക്കി എണ്ണ കാച്ചി ഉപയോഗിക്കാനും വിധിയുണ്ട്. ഇതുകൊണ്ട് കറുത്ത തലമുടി ഉണ്ടാകും എന്ന് പ്രത്യേകം തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഏറ്റവും അധികം ആൾക്കാരെ അലട്ടുന്ന ഒരു ശിരോരോഗമാണ്, ഒരു ശിരസിലുണ്ടാകുന്ന ഒരു ഉപദ്രവമാണ് താരൻ അല്ലെങ്കിൽ ധാരണകം. അതിന് ഏറ്റവും പറ്റിയ ഒരു ഔഷധമാണ് ദന്തപാല തൈലവും ദുർധൂരപത്രാദി തൈലവും ഒരു പ്രപ്പോഷനിൽ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഔഷധം. അത് വളരെ ഫലപ്രദമാണ്. 3-4 ആഴ്ചത്തെ ഉപയോഗം കൊണ്ട് താരൻ വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ദന്തപാല തൈലം എന്ന് പറഞ്ഞൊരു ഔഷധം, അതിൽ ദന്തപാല സമം വെളിച്ചെണ്ണയിൽ ചേർത്ത് സൂര്യസ്ഫടം ചെയ്ത് എടുക്കുന്നതാണ് ദന്തപാല തൈലം. ഈ ദന്തപാല തൈലവും ദുർധൂരപത്രാദി വെളിച്ചെണ്ണയും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കുന്നതാണ് സ്കർഫ് ഹെർബൽ ഓയിൽ. ഇത് പ്രത്യേകിച്ച് തലയിലുണ്ടാകുന്ന ശക്തിയായുള്ള താരൻ അതിന് വളരെ ഫലപ്രദമായി കാണുന്ന ഒരു ഔഷധമാണ്.